ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മറ്റന്നാൾ ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വൻ ഇന്ത്യൻ സിനിമയാണല്ലോ കിങ്ഡം. വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന സിനിമയുടെ കേരള ബുക്കിംഗ് അടക്കം ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ പുറത്തു വന്ന ട്രെയിലറിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണല്ലോ സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമയുടെ അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ മാത്രം സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 5 കോടിയിലേക്ക് അടുക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വളരെ മികച്ച പ്രീസെയിൽ കളക്ഷൻ തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുന്നു. വേൾഡ് വൈഡ് പ്രീസെയിൽ 8 കോടി കടന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ നാളെ വരാനിരിക്കുന്ന സിനിമയുടെ അടുത്ത പ്രീസെയിൽ അപ്ഡേറ്റുകൾക്കും സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും. കൂലി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ വിദേശ രാജ്യത്തെ പല മേഖലകളിലെ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. USA, UK എല്ലാം തന്നെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടപ്പോൾ എല്ലാ മേഖലകളിലെയും ബുക്കിംഗ് ആരംഭിക്കപ്പെടാതെ തന്നെ ഇപ്പോൾ തന്നെ സിനിമ 5 കോടിയിലധികം ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ പിന്നിട്ടു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന വൻ താരനിര ഭാഗമാകുന്ന കൂലിയുടെ ട്രെയിലർ വരുന്ന ഓഗസ്റ്റ് 2 റിലീസ് ആകുകയാണ്. അതിനുശേഷമായിരിക്കും സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിക്കുക. അപ്പോൾ കാത്തിരിക്കൂ കൂലിയുടെ അടുത്ത വൻ പ്രീസെയിൽ കണക്കുകൾ കേൾക്കുവാനായിട്ട്. ഇനി സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSK ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 12 ദിവസത്തെ കളക്ഷൻ ആക്കി പുറത്തു വരുമ്പോൾ തികച്ചും ഞെട്ടിക്കുന്നതോടൊപ്പം തന്നെ ശോകപൂർണ്ണമായ കളക്ഷനിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. 5,69 ലക്ഷം രൂപ മാത്രമാണ് സിനിമയുടെ 12 ദിവസത്തെ കേരള ഗ്രോസ്. സിനിമയ്ക്ക് ഫൈനൽ കേരള ഷെയർ 3 കോടി ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. 6 കോടിയിലേക്ക് സിനിമ കേരള ഗ്രോസ് എത്തപ്പെടാൻ തന്നെ പെടാപ്പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നാം കാണുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ കുറവായതുകൊണ്ട് തന്നെയായിരിക്കാം നിലവിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ ആദ്യ ദിവസം മുതൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടില്ല. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2020 ശേഷമുള്ള സുരേഷ് ഗോപിയുടെ കരിയറിലെ വലിയ പരാജയമാകുന്ന സിനിമയായിട്ട് JSK മറികടഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്.